ഹായ്, നമസ്കാരം. ആകാശാണേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. കായംകുളം നഗരസഭ 43-ാം വാർഡിലെ ഒരു ഹെൽത്ത് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം കായംകുളത്തെ ജനങ്ങളൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. അത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുകയുണ്ടായത്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിരന്തരം കുറേ ആളുകൾ ഫോണിലൂടെയും മെസ്സഞ്ചറിലൂടെയൊക്കെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, ഭയങ്കരമായിട്ട് അസഭ്യം പറയുന്നു. അതൊക്കെ കേട്ട് ഞാൻ അതിൻ്റേതായ പുച്ഛത്തോടെ അതിനെ മാറ്റി നിർത്തിയല്ല, ഞാനത് പ്രതികരിക്കാൻ പോയില്ല. പക്ഷെ അത് ലിമിറ്റ് ക്രോസ് ചെയ്ത് വീണ്ടും എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ ഞാൻ കരുതി, എന്നാൽ പിന്നെ ഇവരോടെല്ലാം പറയേണ്ട ആ ഒരു മറുപടി, എല്ലാവരെയും വിളിച്ച് ഫോണിൽ കൂടി തിരിച്ച് മറുപടി പറയാനായിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് അങ്ങ് പറയാം. അതാകുമ്പോൾ എല്ലാവരിലേക്കും അതങ്ങ് എത്തുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഞാൻ കഴിഞ്ഞു പോയ ആ വിഷയത്തെപ്പറ്റി ഞാൻ വീണ്ടും സംസാരിക്കുന്നില്ല. കാരണം അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ ഹെൽത്ത് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇസ്ലാം മത പണ്ഡിതന്മാർ വന്ന ആയിട്ട് വിഷയപ്പെട്ടെല്ലാം എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് ഞാനത് പറയുകയുണ്ടായി. അപ്പോൾ വീണ്ടും അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എനിക്ക് വിളിച്ച കുറേ ചേട്ടന്മാരെ പറ്റി ഒന്ന് രണ്ട് കാര്യം അവർക്കുള്ളൊരു മറുപടി പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അപ്പം കുറേ ഫോൺ കോളുകളുണ്ടായി, കുറേ മെസ്സേജുകൾ വരുന്നു. അപ്പോൾ ഞാൻ അതിൽ മാന്യമായിട്ട് ഇവിടെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ടങ്ങ് പോകാം. അപ്പോൾ അതിലൊരാൾ എനിക്ക് രസകരമായിട്ടൊരു കോമഡി ആയിട്ട് തോന്നിയത്, ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഇയാൾ ഹിന്ദുവാണോ? ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ വരെ ഹിന്ദു ആയിരുന്നു, അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല ചേട്ടാ എന്ന് ഞാൻ തമാശ രൂപേണ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം താൻ രാവിലെ തൻ്റെ അച്ഛനെ താൻ അച്ഛാന്നും, ഉച്ചയ്ക്ക് തൻ്റെ അച്ഛനെ താൻ വാപ്പാന്നും, വൈകുന്നേരം തൻ്റെ അച്ഛനെ അപ്പച്ചാന്നും വിളിക്കും എന്നോട് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുണ്ടായി. അയാൾ എന്താണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ഒരു അർത്ഥം കൊണ്ട് മനസ്സിലായില്ലെങ്കിൽ പോലും അയാൾ വിളിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ പ്രതികരിക്കാതെ നിന്നില്ല. ശരി ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ അവോയ്ഡ് ചെയ്തങ്ങ് വിട്ടുകയോ. അതിനുശേഷം മറ്റൊരാൾ എൻ്റെ മെസ്സഞ്ചറിലൂടെ വന്നിട്ട് എനിക്ക് ക്ലാസ് എടുത്തു തുടങ്ങുകയാണ്. എൻ്റെ കുറേ ചരിത്രം പുള്ളി എനിക്ക് പറഞ്ഞു തരികയാണ്. അത് എന്താണെന്നുള്ളതാണ് വളരെയധികം രസകരമായിട്ട് എനിക്ക് തോന്നിയത്. അത് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ കായംകുളം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ കായംകുളം UP സ്കൂളിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടുണ്ട് ചേട്ടാ. പിന്നെ പറഞ്ഞു, അങ്ങനെ കുറേ പേരുകൾ, കുറേ കാര്യങ്ങൾ പുള്ളി എന്നോട് പറയുകയാണ്. കായംകുളം നഗരസഭയിലെ കൗൺസിലർമാർ, ഭൂരിഭാഗം കൗൺസിലർമാർ മുസ്ലിമുകളാണ്, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, അവർ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടല്ലേ ചേട്ടാ, അതിനകത്ത് ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ്? നിങ്ങൾ അഭിപ്രായം പറയില്ല, നിങ്ങൾ കപട മതേതരവാദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി എന്നോടൊന്ന് എന്തൊക്കെയോ എനിക്ക് ക്ലാസ് തന്നുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം പിന്നീട് വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നോമ്പെടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വേറൊരു പുള്ളി അത് കോട്ട് ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം നോമ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യം കോട്ട് ചെയ്തുകൊണ്ട് എന്നോട് പുള്ളി പറയുകയുണ്ടായി, താൻ ഏതെങ്കിലും ഒരു മുസൽമാന് അമ്പലത്തിലെ കഞ്ഞി കൊടുത്തിട്ട് കുടിക്കാൻ പറയാമോ എന്ന് ചോദിച്ചു. ഏതെങ്കിലും തന്നൊരു മുസൽമാന് ശബരിമലയിൽ കൊണ്ടുവന്ന പ്രസാദം കൊടുത്തിട്ട് അത് കഴിക്കാൻ പറയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സത്യത്തിൽ അങ്ങ് വണ്ടറായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് തുടങ്ങാം. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ കൂട്ടുകാരൻ ലുക്മാൻ, ഏതൊക്കെ അമ്പലങ്ങളിൽ സദ്യ ഉണ്ട് അവിടെയൊക്കെ പോയി സദ്യ കഴിക്കാൻ വളരെയധികം താല്പര്യമുള്ള ആളാണ്. അമ്പലത്തിലെ പായസം, ശബരിമല പായസം, അവിടുത്തെ പ്രസാദം എല്ലാ ശബരിമല സീസണിലും വിളിച്ചൊരു 10,000 തവണ ഫോണിലൂടെ വിളിച്ചിട്ട് ആ പ്രസാദം ആവശ്യപ്പെടും. എനിക്ക് ആ പായസം വേണം ആവശ്യപ്പെടും. അങ്ങനെയുള്ള കൂട്ടുകാരന്മാർ, സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചേട്ടൻ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ചേട്ടൻ അപ്പോഴേ മറുപടി പറഞ്ഞാൽ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. കാരണം ഇത് കുറച്ച് ആളുകൾ കൂടെ അറിയാനുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം കുറച്ച് ആൾ കൂടെ അറിയണം. അതാണ് ഞാൻ പബ്ലിക്കിൽ വന്നൊരു പോസ്റ്റ്. എനിക്ക് മെസ്സേജ് ആരുടെയും പേര് ഞാനിവിടെ പറയുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല. അത് പോട്ടെ, അതൊരു വേറൊരു തലത്തിലേക്ക് അതിനെപ്പറ്റി ഞാൻ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇതുപോലെ അങ്ങനെ ഈ അമ്പലത്തിലൊക്കെ പ്രസാദം 2 കൈ നീട്ടി കഴിക്കുന്ന സുഹൃത്തുക്കൾ, കൂട്ടുകാരന്മാർ എനിക്കുണ്ട്. ഇപ്പോൾ ഈ ഒരു ചേട്ടൻ എനിക്ക് തോന്നുന്നു ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ചേട്ടനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഈ കഞ്ഞിയുടെ കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ നടയിൽ കണ്ണമ്പള്ളി എന്നൊരു ദേവീക്ഷേത്രമുണ്ട്. അപ്പോൾ
ആ അമ്പലം തുടങ്ങിയ നാൾ മുതൽ, ആ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ ആരംഭിച്ച് ഒന്നാം ആ ഉത്സവം മുതൽ ഈ കഞ്ഞിസദ്യ പരിപാടിയായിട്ട് നടത്തും. ഈ 10 ദിവസത്തെ ഉത്സവം 9 ദിവസം കൊണ്ട് കഞ്ഞിസദ്യ നടത്തും. അവസാനത്തെ ദിവസം 10ാമത്തെ ദിവസം ആ സദ്യയാണ്. അപ്പം ഈ കഞ്ഞി വഴിപാടായിട്ട് നേർച്ച ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലെല്ലാ ദിവസവും 7ാമത്തെ ഉത്സവത്തിന് കഞ്ഞിസദ്യ നൽകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന CPM-ൻ്റെ മുൻ LC സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള സഖാവ് നാസറിക്കയാണ്. നാസർമാമയായിരുന്നു അവിടെ കഞ്ഞി സദ്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഈ ചേട്ടൻ അറിയില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവർ ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ഞാനിതൊരു ആരെയും ഞാൻ ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്നൊന്നുമല്ല. ഈ പുള്ളി വിളിച്ചിട്ട് ഈ പായസത്തിൻ്റെയും കഞ്ഞിയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ആ ചേട്ടന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ആ ചേട്ടൻ മാത്രമല്ല, മറ്റു ചിലർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഈ നാസറിക്ക വന്ന് അമ്പലത്തിലേക്ക് കഞ്ഞി സദ്യ നടത്തുന്നുണ്ട്. എനിക്ക് വന്ന് ഈ കഴിഞ്ഞ ഉത്സവത്തിന് പോലും നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ചേട്ടൻ അങ്ങനെയുള്ള ആളുകളൊന്നും കാണുന്നില്ല. ഈ ചേട്ടൻ വേറെ ഒരു തലത്തിലേക്കുള്ള ആൾക്കാർ മാത്രമാണ് ഈ ചേട്ടൻ കാണുന്നത്. അതോ മറ്റെന്തൊക്കെയോ വശങ്ങൾ ഈ ചേട്ടൻ്റെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചേക്കണം. അതുകൊണ്ടാണ് ഈ ചേട്ടനത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. പിന്നെ ഒരു ചേട്ടൻ എന്നോട് പറയുകയുണ്ടായി, ഞങ്ങൾ ബാബറിനെ അംഗീകരിക്കില്ല, ഞങ്ങൾ മുഹമ്മദ് ഗോറിയെ അംഗീകരിക്കില്ല, ഞങ്ങൾ ഹുമയൂണിനെ അംഗീകരിക്കില്ല, പക്ഷേ ഞങ്ങൾ APJ അബ്ദുൽ കലാമിനെ അംഗീകരിക്കുന്നത്. ഇത് എനിക്ക് എന്താണെന്ന് ഇതിൻ്റെ സംഭവം എനിക്കോട്ട് എത്ര ആലോചിച്ചിട്ട് എനിക്ക് സത്യത്തിൽ ഇതൊക്കെ കേട്ടൊക്കെ വട്ടായി പോയെന്നല്ലാതെ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ ഞാൻ പറഞ്ഞത് ഈ ആളുകളുടെ മനസ്സിലെ വിഷം എന്തുമാത്രമാണെന്നാണ് ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഈ വലിയ മതേതരത്വമൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ വലിയ കോമഡിയായിട്ട് തോന്നുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ലീഗിൻ്റെ ഒരു പ്രസ്താവന, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസ്താവന കാണുന്നത്. നവാസ് മുണ്ടകത്തിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന കാണാനിടയായി. എനിക്കറിയില്ല, അപ്പോൾ ലീഗിൻ്റെ മതേതര മുഖം വീണ്ടെടുക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. അത് അവരുടെ ഇന്നർ പൊളിറ്റിക്സിൻ്റെ കാര്യം ഞാൻ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഈ വീഡിയോ എടുത്ത് വീണ്ടും എന്നെ ഒരു BJP അനുഭാവികളോ അല്ലെങ്കിൽ മറ്റ് ഈ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ വിയോജിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റായിട്ട് പറയാം. നിങ്ങൾ വന്ന് പേഴ്സണലി എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കണ്ട, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടി, നിങ്ങൾക്ക് പറയാനുള്ളത് പബ്ലിക്കലി പറയും. ഇനി എനിക്കിത് വീണ്ടും ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങളുടെയൊക്കെ പേരുകൾ ഉൾപ്പെടുത്തി നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റുകൾ, നിങ്ങൾ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകൾ ഉൾപ്പെടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടാവും. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ രേഖപ്പെടുത്തിയത്. എനിക്കറിയില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഈ 2025 ഈ വർഷത്തിൽ പോലും ആളുകൾ ഇത്ര ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. എന്താണ് ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മറ്റു ചിലർ ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നു, മറ്റു ചിലർ ഇതിനെ മതപരമായിട്ട് നേരിടുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇതിനെയൊന്നും ഇത്ര വലിയ രാഷ്ട്രീയമായിട്ട് കാണാനും ഇതിനെതിരെ ഇത്രയും പ്രതികരിക്കാനൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനകത്ത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതിൻ്റെ ആവശ്യങ്ങളേ ഇല്ല. പക്ഷേ ഇത് കുറേ ആളുകൾ ഈ ഒരു വിഷയം ഇത്രയും വലുതാക്കി എന്ത് നേട്ടമാണ് അവർക്ക് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നുമില്ല. ഒരു ചെറിയൊരു പ്രാർത്ഥന സെൻട്രൽ നടത്തിയതിന് നമ്മൾ ഇത്രയധികം രാഷ്ട്രീയവൽക്കരിക്കുകയോ അല്ലെങ്കിൽ മതപരമായിട്ട് നമ്മൾ അതിനെ നേരിടേണ്ട ആവശ്യങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെയാണ് വളരെയധികം പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിച്ച് അത് വേറൊരു തലത്തിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ആ വിഷയം അവിടെ കഴിഞ്ഞു. നമ്മൾ അതിനെപ്പറ്റി വീണ്ടും ഒരു ചർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട. ദിനംപ്രതി മുനിസിപ്പാലിറ്റി അയോഗ്യനാക്കാൻ വേണ്ടി പ്രമേയം പാസ്സാക്കി എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്താണ് ഇതൊക്കെ ഭരണപക്ഷവും പ്രതിപക്ഷമൊക്കെ ചേർന്നിട്ട് ഈ പ്രമേയം പാസ്സാക്കി എന്നൊക്കെ പറയുന്നു. ഇതൊന്നും എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഇതെന്താണ് സംഭവിച്ചത്, അതിന് അത്രയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയാണ്, എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നതാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ പിന്നെ അത് പോട്ടെ. അപ്പം എനിക്ക് മെസ്സേജ് അയക്കുന്ന ചേട്ടന്മാരോട് പറയാനുള്ളൂ, ഇനി എന്നെ ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പഠിച്ച് വളർന്നു വന്ന സാഹചര്യം, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ആശയം ഇതൊക്കെ വെച്ചിട്ട് എനിക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയും.
അത് മാറ്റി ചിന്തിക്കേണ്ട കാര്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ മറ്റൊരാൾ എൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, എൻ്റെ 2019 ഉണ്ടായ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, ആ കേസിൽ എൻ്റെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ ആ ഡീറ്റെയിൽസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് ഒരു 7-8 സ്ക്രീൻഷോട്ടുകൾ എനിക്കൊരാൾ അയച്ചു തന്നു. അയച്ചുകൊണ്ട് പറഞ്ഞു, ഈ പേരുകളൊക്കെ ശ്രദ്ധിച്ചേ, ഇത് നിനക്കെതിരെ വേറെ ആരെങ്കിലും ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യാൻ നോക്കിയ വേറൊരു ചേട്ടനുണ്ട്. അപ്പോൾ ഞാൻ എനിക്കെതിരെ മറ്റുള്ള ഏതെങ്കിലും ഒരു ആൾ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിനെ രാഷ്ട്രീയമായിട്ടേ കാണുന്നുള്ളൂ. ഈ പൊളിറ്റിക്സുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതുപോലെ പൊളിറ്റിക്കലി എന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ചെയ്തതായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതിനൊരിക്കലും ഞാൻ മതപരമായിട്ട് കാണുന്നില്ല, എനിക്കത് കാണാൻ സാധിക്കുന്നുമില്ല. ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് എൻ്റെ പാത്രം, ഞാൻ കഴിക്കുന്ന പാത്രം എനിക്ക് കഴുകി തന്നുകൊണ്ടിരുന്നത് ആഷിഖ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ഞാൻ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരുന്നത് റോബിൻ എന്ന് പറഞ്ഞിട്ട്, റോബിൻ്റെ എവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സുഹൃത്തായിരുന്നു. അവിടെയും ആഷിഖ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കേസുകളെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയപ്പോൾ എൻ്റെ കൂടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എൻ്റെ കൂടെ നടന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലുക്മാനായിരുന്നു. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്ന എൻ്റെ മറ്റൊരു സുഹൃത്ത് ആഷിം സെട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ കായംകുളത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സമയത്ത് 24/7 ഞാനും എൻ്റെ അന്നത്തെ സുഹൃത്ത് ശ്രീ ഷമീം ജീനാമത്തും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര. ഞങ്ങൾ ഒരുമിച്ചൊരു പാത്രത്തിലായിരുന്നു ആഹാരം കഴിക്കുന്നത്. ഇതൊക്കെ പിന്നെ എൻ്റെ കൂടെ അന്നുണ്ടായ കുട്ടികൾ ബിലാലും ഹിലാലും സുഹേലും, അവരുടെയൊക്കെ സ്നേഹം, അവരുടെയൊക്കെ വീട്ടുകാരുടെ സ്നേഹം, ഇതൊക്കെ അടുത്ത് നിന്ന് ഒരുപാട് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ സുഹേലിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ വീട്ടിലുള്ള ഞങ്ങളുടെ സ്വന്തം വീട് പോലെയാണ് ഞങ്ങളവിടെ കണ്ടിരുന്നത്. ഫുഡ് ഉണ്ടാക്കുകയും അവിടെ കിടന്നുറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരൊന്നും ഒരിക്കലും ഒരു ജാതിയോ അല്ലെങ്കിൽ മതമോ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ അല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലുക്മാൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ആഷിം ഷെട്ടിൻ്റെ കാര്യം പറഞ്ഞു, ഷമീമിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരുടെയൊക്കെ ഞാൻ കണ്ടേക്കുന്ന മുസൽമാന്മാരല്ലെങ്കിൽ ഇസ്ലാം മതനാമധാരികൾ ആയിട്ടുള്ള എൻ്റെ ഈ സുഹൃത്തുക്കളൊക്കെ എന്നോട് എങ്ങനെയാണെന്നുള്ള എനിക്ക് വ്യക്തിപരമായി എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെയാണ്. അപ്പം അവരെ എനിക്ക് വേറൊരു തലത്തിലേക്ക് കാണേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആ ചേട്ടൻ ഹിന്ദുവിനെ പറ്റി കുറേ എന്തൊക്കെയോ പറഞ്ഞു. അതൊരു സംസ്കാരമാണെന്നുള്ള കാര്യം, ആ ഒരു യാഥാർത്ഥ്യം പോലും ഈ അഭിനവ ഹിന്ദുക്കളായിട്ടുള്ള ഈ ചേട്ടന്മാർക്കൊന്നും അറിയില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ദിവസേന ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിനൊന്നും ഒരു ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുവായിട്ട് കാണേണ്ടതല്ല. ഞാനും എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എനിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടാത്തതാണ്. ഞാൻ എൻ്റെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടി ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. ഇവിടെ ആയപ്പോൾ ഹൈദരാബാദിലാണെങ്കിലും ഒക്കെ മിക്കപ്പോഴും നല്ല എല്ലാ ദിവസവും ഞാൻ അമ്പലങ്ങളിൽ പോകും. രാവിലെ പോകാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ വൈകിട്ട് പോകും. അത് ഒരു തവണയെങ്കിലും എനിക്ക് പോയേ കഴിയും. എന്നാൽ മാത്രമേ എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇതിലൂടെയൊക്കെ കാണുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് ഈ അമ്പലത്തിലൊക്കെ പോയി. ഞാൻ എന്തുകൊണ്ട് ഈ അമ്പലത്തിലെ കാര്യം പറയുന്നത് വെച്ചാൽ, ഒരു ചേട്ടനെ വിളിച്ചിട്ട് ഈ അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങൾ പോലും എന്നോട് സംസാരിച്ചു. ഞാൻ ചന്ദനക്കുറിട്ടേനെ പറ്റി സംസാരിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എല്ലാവരും സഹോദരങ്ങളാണ്. നമ്മൾ അതിന് വേറൊരു തലത്തിലേക്കൊന്നും ചിന്തിക്കേണ്ട. ഞാൻ പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ നവാസ് മുണ്ടകത്തിനെ പറ്റി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതെന്ന് ചോദിച്ചു. ഞാൻ 2 കാരണങ്ങളുണ്ട്. ഈ നവാസ് മുണ്ടകത്തിൽ എൻ്റെ കൊച്ചാപ്പയോ വല്യാപ്പയോ അല്ല. ഞാൻ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുണ്ട്. എനിക്ക് പുള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പുള്ളിയെ 2, 3, 4 തവണ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അത് തികച്ചും ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. അതായത് ഇവിടെ ഒരു ട്രെയിൻ പുതിയതായിട്ട് വന്നാലും അല്ലെങ്കിൽ ഒരു സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെങ്കിലൊക്കെ നിലവിളക്ക് കത്തിക്കുകയും പൂജയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയിൽ ഞാൻ ആ കാഴ്ച കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന ആ സമയത്ത് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു തങ്ങൾ വന്നിട്ട് ജസ്റ്റ് പ്രാർത്ഥിച്ചതിനകത്ത് ഒരു കുറ്റം കാണേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. മനസ്സിലായോ? ഇവിടെ ഞാൻ ഒരു തവണ കഴിഞ്ഞ തവണ ഞാൻ ശബരിമല സീസണാണ് ഞാൻ നാട്ടിൽ വന്നത്. ആ സമയത്ത് ട്രെയിനിൽ വെളുപ്പിന് 3 മണി ആയപ്പോൾ നമ്മൾ ഉറക്കം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് സ്വാമിമാർ
ഞാൻ 3 മണിയായപ്പോൾ മുതൽ വർക്കം ഡിസ്റ്റർബ് ചെയ്ത് സ്വാമിമാർ കർപ്പൂരം കത്തിച്ച് അവിടെ അയ്യപ്പ പാട്ട് പാടി പ്രാർത്ഥന ചെയ്തല്ല. ആ സമയത്തൊക്കെ അവിടെ മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനെ ആരും കുറ്റമായിട്ടൊന്നും ആരും കണ്ടില്ല. അവരും എഴുന്നേറ്റിരുന്നു, അവരും തൊഴുതുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിതിനകത്ത് വേറൊരു പെർസ്പെക്റ്റീവ് നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്, എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലെങ്കിൽ ഈ വിഷയം കൂടെ ചാനലിൽ ചർച്ചയായി, മുനിസിപ്പാലിറ്റി പ്രമേയം പാസ്സാക്കുന്നു, മുസ്ലിം ലീഗ് പാർട്ടി നവാസ് മുണ്ടത്തിന് പുറത്താക്കാൻ നിൽക്കുന്നു. എനിക്കറിയാം ഇതൊക്കെ എന്തോ ഒരു കപട മതേതരത്വത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. മുസ്ലിം ലീഗ് പാർട്ടി എന്തുകൊണ്ടാണ് നവാസ് മുണ്ടത്തിനെ പുറത്താക്കി സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡർ, എനിക്കറിയില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര മതേതര മുഖമുള്ള പാർട്ടിയാണെന്ന് കാണിക്കാനാണോ എനിക്കറിയില്ല. നവാസ് മുണ്ടത്തിനകത്ത് തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ 2019 കാലഘട്ടങ്ങളിൽ 2017 കാലഘട്ടങ്ങളിൽ ഞാനൊരു കുട്ടനാട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കുട്ടനാട് പാക്കേജിൻ്റെ വർക്ക് ഞാൻ കായംകുളം നഗരസഭകളുടെ പരിധിയിൽ ഞാൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ചെയ്യേണ്ട എനിക്കൊന്ന് 7-8 വാർഡുകൾ കവർ ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ എന്താ പറയുക, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ആ വർക്കുകൾ ചെയ്തപ്പോൾ മിക്ക കൗൺസിലർമാരും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഓരോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ പാർട്ടിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വർക്ക് എടുക്കുന്ന ആ പ്രദേശത്തെ കൗൺസിലർമാർ അല്ലെങ്കിൽ ഓരോ ആൾ വന്ന് നമ്മളെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ച് നമ്മളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് ചില ബില്ലുകളൊന്നും ഇതുവരെ മാറിയിട്ട് പോലുമില്ല. എന്നിട്ടും കയ്യിൽ നിന്നൊക്കെ ഒരുപാട് ഈ പറയുന്ന കൗൺസിലർമാർക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ അവർ പറയുമ്പോൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചിലവരുടെ പാർട്ടി പരിപാടികളിലേക്കായിരിക്കും അവരെ നമ്മൾ സംഭാവന കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്നും എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും എനിക്ക് അയാൾ ബേസിക്കലി നവാസ് മുണ്ടത്തിൽ പിന്നീട് ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് ഞാനെടുത്ത ആ വർക്കിൽ അന്ന് അയാൾ 3-ാം വാർഡിൻ്റെ കൗൺസിലറായിരുന്നു. എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നിലവിലെ സംസ്ഥാന സെക്രട്ടറി ഷമീം ജീരാമത്താണ് എനിക്ക് നവാസ് മുണ്ടത്തിനെ പരിചയപ്പെടുത്തി തരുന്നത്. അന്ന് ഷമീമിനും ഈ കാര്യം അറിയാവുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിക്കാത്ത അന്നത്തെ ഞാൻ വർക്ക് നടത്തിയിട്ടുള്ള ആ നഗരസഭ പരിധികളിലുള്ള കൗൺസിലർമാർ കൂട്ടത്തിൽ ഒരാൾ നവാസ് മുണ്ടത്തിലാണ്. നവാസ് മുണ്ടത്തിൽ മാത്രമാണ് എൻ്റെ ഇത് പൈസ വാങ്ങിക്കാത്തത്. 1 രൂപ അയാൾ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും ഓർമ്മ, അയാളുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു, ഒരു ചേച്ചി. പുള്ളിക്കാരി ഞങ്ങൾ അന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം കട്ടൻ ചായ വൈകുന്നേരം ഇട്ട് തരുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കനാൽ വൃത്തിയാക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് കൊണ്ട് കട്ടൻ ചായ കൊണ്ട് തരുകയാണ്. അപ്പോൾ ഞാൻ കണ്ട നവാസ് മുണ്ടത്തിന് മറ്റൊരു അജണ്ട ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ട ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നവാസ് മുണ്ടത്തിന് മറ്റൊരു അജണ്ടയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അന്ന് ഞങ്ങൾ വർക്ക് നടത്തിയ സ്ഥലങ്ങളിലൊക്കെ കൗൺസിലർമാർ നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്തൊക്കെ ഇവർ അവിടുത്തെ ജനങ്ങളെ ഇളക്കി വിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതും ഞങ്ങളിൽ നിന്ന് 1 രൂപ പോലും ഞങ്ങളിൽ നിന്ന് പാർട്ടിയുടെ ലെവലിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഞങ്ങൾ വ്യക്തിപരമായിട്ടായിക്കോട്ടെ, ഞങ്ങളിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കാത്ത ഒരു കൗൺസിലർ അത് നവാസ് മുണ്ടകത്തിലാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഈ 2019 ആ സമയത്ത് പുള്ളിയെ കണ്ട അവസ്ഥ, പിന്നീട് അതിന് ശേഷം പുള്ളിയെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഇന്ന് ഈ ദിവസം വരെ ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് വെച്ച് പുള്ളിയുടെ പോസ്റ്റ് ഞാൻ കണ്ടതിനകത്ത് ഞാനൊരു കമൻറ്റ് ചെയ്യുന്നതല്ലാതെ ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ഈ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പുള്ളി ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുക. പുള്ളി പിന്നീട് പിന്നെ പുള്ളിയുടെ പൊളിറ്റിക്കൽ ലൈനൊന്നും എനിക്കറിയില്ല. എനിക്കുണ്ടായ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോലും 1 രൂപ പോലും ഞങ്ങളിൽ നിന്ന് വാങ്ങിക്കാത്ത ആ ഒരു കൗൺസിലർ ഇതുപോലുള്ളൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഴി കേൾക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരിലേക്ക് അദ്ദേഹത്തെ പറ്റി 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ അന്നൊരു വീഡിയോ ചെയ്യുന്നത്. മാത്രം ആ വീഡിയോയിൽ ഞാൻ എൻ്റെ അഭിപ്രായം കൂടെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പോൾ അത്രയും ജെൻറ്റിൽമാൻ ആയിട്ടാണ് എനിക്ക് നവാസ് മുണ്ടത്തിന് എനിക്ക് തോന്നിയത്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പോലും ഒരു 1 man ഫൈറ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം നിന്നത്. അദ്ദേഹം പല വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നതും, ഈ ഇടയ്ക്ക് തന്നെ അയാൾ റീസെൻ്റ് തന്നെ ഏതോ ഒരു പ്രദേശത്ത് എന്തോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വിഷയം ഓർക്കുന്നില്ല, അദ്ദേഹം ഉപവാസം നടത്തുകയും ഒക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടായി. നമ്മൾ ഈ കായംകുളം പൊളിറ്റിക്സിൽ അത് ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ സജീവമല്ലെങ്കിൽ പോലും കായംകുളത്തെ ഒട്ടുമിക്ക എല്ലാ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസുകളും അവരുടെ ലൈഫുകൾ അവരുടെ രാഷ്ട്രീയ ആ ഒരു ജേർണി ഞാൻ എപ്പോഴും നോക്കിക്കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ കായംകുളത്ത് നിന്ന് ലൈവായിട്ടൊരു പൊളിറ്റിക്സിൽ നിൽക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അത് ഗുണം ചെയ്യുമെന്നൊരു കാഴ്ചപ്പാട് എല്ലാവരുടെയും ഞാനൊരു പൊളിറ്റിക്കൽ ജേർണി ഞാൻ എപ്പോഴും നോക്കിക്കാണാറുണ്ട്. അവരുടെ പൊളിറ്റിക്സ് ഞാൻ പഠിക്കാറുണ്ട്. ഈവൻ നവാസ് മുണ്ടകത്തിൻ്റെ ആയാലും
ഒരു സ്വതന്ത്ര കൗൺസിലർ 4-ാം വാർഡാന്ന് തോന്നുന്നു, അഡ്വക്കേറ്റ് അൻഷാദിൻ്റെ ആയാലും ഒക്കെ ഒരു പൊളിറ്റിക്കൽ ജേർണി ഞാൻ എപ്പോഴും നോക്കി കാണാറുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ കൗൺസിലേഴ്സ് ആയാലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റഡിയായിട്ട് അതിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വന്നൊരു അത് മറ്റൊരു തലത്തിലേക്ക് ആരും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചത്. അത് വേറൊരു ചേട്ടൻ വിളിച്ചിട്ട് നീ ആരാ ഹിന്ദുക്കളുടെ പ്രതിനിധിയാണോ? ഞാൻ ആരുടെയും പ്രതിനിധി അല്ല ചേട്ടാ. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് വന്ന് പറഞ്ഞു, നിങ്ങളിലേക്ക് എത്തിച്ചു, അത്രയേ ഉള്ളൂ. ആ ഒരു വിഷയം അവിടെ തീരുന്നു. ഇതിനകത്ത് പിന്നീട് എന്നെ നിങ്ങൾ ഫോണിലൂടെ വിളിക്കുകയും അല്ലാതെ എൻ്റെ മെസ്സഞ്ചറിലൂടെയൊക്കെ വിളിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുക, എനിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പല തിരക്കിൽ നിൽക്കുന്ന ആളുകളല്ലേ, നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ ചിലർ മറുപടി അർഹിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പറയും. ഇവരൊക്കെ എനിക്ക് അത് വേറൊരു ലൈനിൽ സംസാരിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഞാനത് അങ്ങനെ സംസാരിക്കുന്നില്ല. എനിക്ക് ഇവർ പറഞ്ഞതിനെക്കാട്ടിലും എന്താ പറയുക, എക്സ്ട്രീം രീതിയിൽ എനിക്ക് തിരിച്ച് പറയാൻ അറിയാം. എൻ്റെ പല വീഡിയോകൾ കണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഏത് തരത്തിൽ പ്രതികരിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പോകാത്തത് അത് വേണ്ട. ഈ ഒരു വിഷയം നിങ്ങളിവിടെ വെച്ച് നിർത്തിയേക്ക്, എനിക്ക് വേറെ ചർച്ചയിലേക്കൊന്നും പോകണ്ട. ജനങ്ങളുണ്ടല്ലോ, അയാളെ കൗൺസിലറെ അവിടെ ജയിപ്പിച്ചത് അവിടുത്തെ 43-ാം വാർഡിലെ ജനങ്ങളല്ലേ. ആ ജനങ്ങൾക്കറിയാം ആ കൗൺസിലർ എന്താണെന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾക്കറിയാം. ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ അതിനകത്ത് വെറുതെ ആവശ്യമില്ലാതെ കമൻറ്റുകൾ നൽകി ഈ ഒരു വിഷയം വളരെയധികം ചർച്ചയിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് കുറേയൊക്കെ ആളുകൾ ക്ലബ് ചെയ്ത് പല പല വിഷയങ്ങളിലേക്ക് എത്തുകയാണ്, മനസ്സിലായി. അപ്പം അത് എനിക്ക് 2 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ഇന്നലെ ഫോണിലൂടെ വിളിക്കുകയോ എല്ലാതൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയുണ്ടായി. ഈ മെസ്സേജിൽ അയച്ചൊക്കെ 1-2 സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ട് കൊടുത്തു. കണ്ടില്ലേ ഇതെന്താണ് പറയുന്നത്, എനിക്കൊണ്ട് മനസ്സിലാവുന്നതൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കോമഡി രീതിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ടായി. പക്ഷേ ചിലതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് പറയുന്നത്. എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയും ഒക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വിളിക്കുന്നു. അപ്പം അതൊന്നും വേണ്ട. ഇനി അങ്ങനെയുള്ള സാധനം ഉണ്ടെങ്കിൽ ഞാൻ നിയമപരമായിട്ട് നേരിടും. ഞാൻ പരാതികൾ കൊടുക്കും. ഞാൻ അതിനെ നിയമപരമായിട്ട് നേരിടത്തുള്ളൂ. അതുകൊണ്ട് ഇനി എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട. എൻ്റെ അഭിപ്രായം ഞാനൊരു വീഡിയോയിലൂടെ പറയുന്നു. അത് ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാവരും ഒരുമിച്ച് സ്നേഹിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നമ്മൾ പൊളിറ്റിക്കൽ ചിന്താഗതി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആശയങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. മതപരമായുള്ള ആശയങ്ങൾ ഇപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ പള്ളിയിൽ പോയി നിസ്കരിച്ചാലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലോ കുർബാന കൂടിയാലൊന്നും അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ആരെയും ബാധിക്കുകയോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ആ ഒരു വിഷയം വരുമ്പോൾ അതിനെ വേറൊരു തലത്തിലേക്ക് നമ്മൾ ആരും എത്തിക്കാതിരിക്കുക. നമ്മൾ പൊളിറ്റിക്കലി ഡിഫറെൻറ്റ് തിങ്കിങ്ങുള്ള ആളുകൾ കാണും. അവർ അതേ രീതിയിൽ അവരുടെ ചിന്താഗതികളായിട്ട് അവർ മുന്നോട്ട് പോട്ടെ, ആശയമായിട്ട് മുന്നോട്ട് പോട്ടെ. അതൊക്കെ വേറൊരു ലൈൻ പൊളിറ്റിക്സാണ്. പക്ഷേ നമ്മൾ ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പ്രതികരിക്കുമ്പോൾ അത് കുറേ ആളുകൾ ഇതിനെ വളരെയധികം എന്താ പറയുക പേഴ്സണലായിട്ട് എടുത്ത് മുന്നോട്ട് പോകും. അത് വലിയൊരു വിഷയത്തിലേക്ക് മാറും. നമ്മുടെ നാടിൻ്റെ നമ്മുടെ കായംകുളത്തിൻ്റെ ആ ഒരു ഐക്യവും ആ ഒരു സാഹോദര്യത്തൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളായിട്ട് ആരും എന്താ പറയുക കളയണ്ട. അതുകൊണ്ടാണ് എനിക്ക് അയച്ച മെസ്സേജുകൾ പോലും ഞാനിവിടെ പിൻ ചെയ്യാത്തത്. അത് വേറൊരു ചർച്ചയിലേക്ക് ഇനിയും വേണ്ട, ആവശ്യമില്ലതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ദയവ് ചെയ്ത് ഈ വിഷയം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ വിഷയത്തിലേക്ക് ആരും കിടക്കേണ്ട. അതുപോലെ തന്നെ നവാസിൻ്റെ കാര്യം, നവാസ് അവിടുത്തെ കൗൺസിലറാണ്, അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചതാണ്. അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അയാൾ മാറി നിൽക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പറയട്ടെ, അയാൾ മാറി നിൽക്കാം. അല്ലാതെ അയാളെ പുറത്താക്കാനായിട്ട് എനിക്ക് ലീഗിൻ്റെയൊക്കെ നടപടിയോടൊക്കെ എനിക്ക് വളരെയധികം എതിർപ്പ് ഞാൻ ഇവിടെ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇത് പ്രതികരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടും മൗനം പാലിച്ചിട്ടുള്ള ലീഗ് നേതാക്കളുണ്ട്. അവരെന്തുകൊണ്ടാണ് ഈ നവാസ് മണ്ഡപത്തിൻ്റെ വിഷയത്തിലേക്ക് ഇത്രയും വൈകാരികമായിട്ടൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്നാൽ പോലും നിങ്ങളുടെ മതേതര മുഖം കാണിക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അത് നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് എന്താ പറയുക, അങ്ങനെ ഒരു മതേതര മുഖം കാണിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ നിങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ നവാസ് മണ്ഡപത്തിനെ പുറത്താക്കുക, ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് കൈവിട്ട് നിങ്ങൾ പുറത്താക്കാൻ നിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നഗരസഭയിലാണെങ്കിൽ UDF കൗൺസിലർമാരും LDF കൗൺസിലർമാരും കൂടി ഒരുമിച്ച് നിന്നിട്ട് പ്രമേയം പാസ്സാക്കുന്നു. സന്തോഷം. ഈ ഒരു വിഷയങ്ങളിലെങ്കിലും എല്ലാവരും ഒരുമിച്ചൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കായംകുളം നഗരസഭയുടെ എന്താ പറയുക മുന്നോട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കൂ, വികസനത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കൂ. ഈ ഒരു വിഷയം അവിടെ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. അത് വീണ്ടും വലിയ ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കുക. അപ്പോൾ നിർത്തുന്നു. ബൈ, നമസ്കാരം.